നമസ്കാരം. അങ്ങനെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം കഴിഞ്ഞ പോലെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇനി എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെടുകയെന്ന് അറിയില്ല. ഇപ്പം തൽക്കാലം 2 ദിവസമായിട്ടൊന്നും കേൾക്കാനില്ല, വെടിവെച്ചുകളൊന്നും കേൾക്കാനില്ല. ഇസ്രായേൽ വിട്ടുകൊടുത്തിട്ടില്ല, അത് വേറെ കാര്യം. ഏതായാലും ഈ അമേരിക്ക ഇറാൻ സമാധാന കരാർ വന്ന സമയത്ത് അത് ലോകത്തെല്ലാവർക്കും ഒരുപോലെ സമാധാനം ഉണ്ടാക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇസ്രായേൽ കലി തുള്ളി നിൽക്കുകയാണ്. അമേരിക്കൻ ഇറാൻ പ്രശ്നത്തിൽ ജയിച്ചത് ഇറാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം അമേരിക്ക അവിടെ കയറി വന്നപ്പോൾ പലരും പറഞ്ഞോളൂ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഇറാൻ അതിശക്തരായിട്ട് നിൽക്കുന്നത്. ആരാ ഇറാൻ? ഷിയാക്കൾ. അവർ ഷിയ മുസ്ലിങ്ങളാണ്. അലി ബിൻ അബു ത്വാലിബ് അദ്ദേഹത്തെ പ്രവാചകന് ശേഷം ആ ഇസ്ലാമിനെ പിന്തുടർന്ന ആളുകളുടെ അന്നൊറ്റക്കൂട്ടം ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ നേതാവാക്കണം, ഖലീഫയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബന്ധുവാണ്, ആയതുകൊണ്ട് അദ്ദേഹത്തെ ആക്കണം എന്ന് പറഞ്ഞ സമയത്ത് മറ്റൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞല്ല, അറിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിനെ ഖലീഫയാക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങുകയാണ് 2 ഗ്രൂപ്പായിട്ട്. പക്ഷെ അലി ബിൻ അബു ത്വാലിബ് ഷിയ മുസ്ലിങ്ങളുടെ ഒപ്പം അല്ല എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ഇവിടെ പിന്നീട് ഖലീഫയായല്ലോ. എനിവേ, അപ്പം അന്ന് തുടങ്ങിയതാണ് ഭയങ്കരമായിട്ടുള്ള ഷിയ സുന്നി പ്രശ്നം. ഷിയാക്കളെ സുന്നികൾക്ക് കണ്ടുകൂടാ, സുന്നികൾക്ക് ഷിയാക്കളെ കണ്ടുകൂടാ. ആയതുകൊണ്ട് തന്നെ അറേബ്യൻ രാഷ്ട്രങ്ങൾ, സൗദി അടക്കമുള്ള സൗദി, അതുപോലെ UAE, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ, ഖത്തർ, അത്തരം അവിടെയുള്ള മുഴുവൻ സുന്നികളാണ്. ഇന്ത്യയിലുള്ളതിൽ അതിഭൂരിഭാഗവും സുന്നികളാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഇറാൻ്റെ സ്ഥിതി എന്താണ്? അമേരിക്കയുടെ പോലുള്ള ഒരു രാഷ്ട്രത്തോട് ഒപ്പം ഇസ്രായേലും കൂടി നിൽക്കുമ്പോൾ അവർ അജയ്യരാണ്, അവരുടെ ശക്തി അപ്രതിരോധ്യമാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. ഭസ്മമായിട്ട് പോകും ഇറാൻ എന്നാണ് വിചാരിച്ചത്. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലല്ലോ. വലിയ കോടികളുടെ മേലെ കോടികൾ കൊടുത്ത് അവിടെ യുദ്ധം ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം കുറേ പൈസ നശിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ട്രംപ് വാല് ചുരുട്ടുകയാണ്. യുദ്ധം അവസാനിച്ചപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണ്? ഇറാൻ ലോകശക്തിയായിട്ട് ഉയർന്നു. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഷിയാക്കൾ തനതായിട്ടുള്ള രൂപത്തിൽ അതിശക്തന്മാരായിട്ട് ലോകശക്തിയായിട്ട് വളർന്നു എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, ചൈന, അമേരിക്ക, റഷ്യ എന്നൊക്കെയും പറയുന്ന വൻ ശക്തികളില്ലേ, ആ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാം ചൈന, അമേരിക്ക, റഷ്യ, ഇറാൻ. ആ അവസ്ഥയിലേക്ക് എത്തി. സ്വാഭാവികമായിട്ട് ഒരു മൂലയ്ക്കിരുന്ന് മുഖം പൊത്തി കരയുകയാണ് ഇസ്രായേൽ. വിതുമ്പി കരയുകയാണ് ഇസ്രായേൽ. കാരണം ഇപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് യാതൊരു ബന്ധമല്ല, അതൊന്നുമല്ല. അമേരിക്ക എന്ന് പറഞ്ഞ അൽസേഷൻ നായയുടെ വാല് മാത്രമായിരുന്നു, അല്ലെങ്കിൽ വാലിൻ്റെ തുമ്പത്തുള്ള ഒരു രോമം മാത്രമായിരുന്നു ഇസ്രായേലികൾ. ഇപ്പോൾ അവരവരുടെ കാര്യം നോക്കിപ്പോയി. അവിടുത്തെ ആന്തരിക സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ഉണ്ട്. അവരൊപ്പിട്ട് ഓക്കെ നിങ്ങൾ എന്താ ചെയ്തോ പോയി. യാതൊരു തീർപ്പും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അടി കിട്ടി, അടി കൊടുത്തവന് അടി കൊടുത്തു, നഷ്ടപ്പെട്ടവന് നഷ്ടപ്പെട്ടു, കിട്ടിയവന് കിട്ടി. എന്തായാലും ഗതിവിഗതികളെക്കുറിച്ചോ നാളെ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു തരത്തിലും ഉള്ള ഒരു സന്ധിയും അവിടെ രൂപപ്പെട്ടിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി, അതുതന്നെ എപ്പോഴും സ്ഥിതി. അവിടെ ചുവന്നുകൂടിയോ ഉയർത്തിയിട്ടുണ്ട്. അത് ഇവർക്കുള്ള ഭീഷണമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് ഇസ്രായേൽ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു കണ്ടറിയണം. അവർ ഒതുങ്ങും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അവർ ദുഃഖിതരാണ്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ കൂടിയുണ്ട്. ആരാണ്? അതാണ്
GCC രാജ്യങ്ങൾ, അറേബ്യൻ മുസ്ലിങ്ങൾ, സുന്നികൾ ലോക ഷിയാക്കളുടെ മുമ്പിൽ ഇപ്പോൾ സുന്നികൾ നിൽക്കുന്ന എങ്ങനെയാ അറിയാമോ? പഞ്ചപുച്ഛം അടക്കിയിട്ട്, പേടിച്ചിട്ട്. ഇനിയിപ്പോൾ അമേരിക്കയുടെ വഴിക്ക് പോയി. ഇനിയിപ്പോൾ അമേരിക്കയുടെ താവളങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അമേരിക്ക അവിടെ താവളം ഒരുക്കിയത് വാസ്തവത്തിൽ ഈ സുന്നി മുസ്ലിങ്ങളായിട്ടുള്ള GCC കൺട്രികൾ, അറേബ്യൻ കൺട്രികൾ ഇറാൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ അമേരിക്കക്കാർക്ക് താവളം കൊടുത്തത്. എക്കാലവും ശത്രുക്കളായിട്ട് പരിഗണിക്കാൻ അതിന് ചരിത്രവശം അങ്ങനെയാണ്. ജൂതന്മാരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാലേ ഇവർക്ക് ഉറക്കം വരുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ വരെ കാര്യങ്ങളെത്തി. ഇപ്പം എല്ലാം പോച്ച്. അമേരിക്കയുടെ വഴിക്ക് പോയി. ഇപ്പോൾ ഇവിടെ ഇത് മോങ്ങുകയാണ്. അമേരിക്കയോട് പറയാൻ പറ്റുമോ? അതേ, നിങ്ങൾ ചെയ്ത് വൃത്തികേടാട്ടോ, ഇവിടെ ഉള്ളതെല്ലാം അടിച്ചു വാരി കൊണ്ടുപോയി, അത് പറയാനുള്ള ധൈര്യമില്ല. ഇനി ഈ താവളം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അമേരിക്ക ഈ GCC കൺട്രികളുടെ താവളത്തിൽ ഇരുന്നിട്ടാണ് ബോംബിട്ടിരുന്നത്. അവർ വെറുതെ വിടൂ? ഇനി വെറുതെ വിട്ടില്ലെങ്കിൽ തന്നെ, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെയും അപ്പുറത്തൊരാളുണ്ട്. വീടിനകത്ത് കയറിയ മൂർഖം പാമ്പ് പുറത്തു പോയില്ലെന്ന് അറിയില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ UAE-ക്കാർക്കുള്ളത്, അഥവാ GCC അറേബ്യൻ കൺട്രികൾക്കുള്ളത്. തൊട്ടപ്പുറത്ത് ഇറാൻ കിടക്കുന്നുണ്ട്. ഇറാൻ ഉറങ്ങിക്കിടക്കുകയാണോ, ഉറക്കം അഭിനയിച്ച് കിടക്കുകയാണോ, ഇനി പെട്ടെന്ന് ഉണരുമോ, ഒന്നും അറിയില്ല. അവരോട് ചെയ്ത പാതകത്തിന് അവർ പകരം വീട്ടോ ഒന്നും അറിയില്ല. എന്തിനാ ഇനിയിപ്പോൾ പാതകത്തിന് പകരം വീട്ടുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നുള്ള പോലെ, നടുവൊടിഞ്ഞ പാമ്പിൻ്റെ പോലെ ഇഴയാൻ പറ്റാതെ കിടക്കുകയാണ് ഇപ്പോൾ GCC അറേബ്യൻ രാഷ്ട്രങ്ങൾ. സമാധാന കരാർ വന്നതോടുകൂടിയിട്ട് ഈ യുദ്ധത്തിൽ ഇറാൻ എല്ലാ പ്രശ്നങ്ങളും, ഇപ്പുറത്ത് ഇസ്രായേൽ, അപ്പുറത്ത് ഇവർ അമേരിക്ക, അവരതിനൊക്കെയും അതിജീവിച്ച് അത് ഗൾഫ് രാജ്യങ്ങൾക്ക് കിട്ടിയ പടന്നുള്ള അടിയാണ് വാസ്തവത്തിൽ. ഇനിയിപ്പോൾ US സംരക്ഷണം ഇവിടെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അവർ പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും, മാസം കോടികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൂട്ടാൾക്കാർ ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? കുരയ്ക്കാനറിയാത്ത, കടിക്കാനറിയാത്ത, ഒന്ന് മുരളാൻ പോലും കഴിയാത്ത അൽസേഷൻ നായെ നമ്മുടെ വീണ്ടും ഒരു 10,000 കൊടുത്ത് കെട്ടിയിടുമോ? അതിന് കെട്ടിയിട്ട് എന്താ കാര്യം? ആയതുകൊണ്ട് തന്നെ ഇനി US-ൻ്റെ സംരക്ഷണം അതിന് വലിയ വിലയൊന്നുമില്ലാണ്ട് അർത്ഥശൂന്യമായി മാറിപ്പോയി. അതിൽ വലിയ അമർഷമാണിപ്പോൾ നമ്മുടെ ദുബായിക്കാർക്ക്. ഞാൻ ഈ ദുബായ് എന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങൾ മുഴുവൻ ചേർത്തിട്ടാണ് കേട്ടോ. കാരണം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുമ്പോഴും അവരുടെ അമ്മൂമ്മ എന്താ പറയുക, ഓൻ ദുബായിലാ എന്നാ പറയുക. നമുക്ക് ദുബായിയാണ് വലുത്. എനിവേ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അതിലുപരി ഇവരുടെ അന്തസ്സത്ത. അതായത് സുന്നികളിപ്പോൾ എന്തായി, ഒടിഞ്ഞു വീണു എന്നർത്ഥം. സുന്നികളുടെ മുഴുവൻ എന്നിട്ട് ഒടിഞ്ഞു വീണു എന്നർത്ഥം. അതേസമയത്ത് ഷിയാക്കളോ, അതാണ് അവസ്ഥ. അതിനാണ് ഇവർക്ക് അമർഷം. സമ്പദ് വ്യവസ്ഥ ഇപ്പം കിടക്കുന്നത് ദുബായിൽ നിന്ന്, പണ്ട് പറഞ്ഞാൽ ദുബായിലെ ലോകത്തിലെ കോടീശ്വരന്മാർക്ക് ദുബായിലൊരു സെറ്റപ്പ് ഉണ്ടാകണം. അതവർ അന്തസ്സിൻ്റെ ഭാഗമാണത്. ഇപ്പോൾ അതെല്ലാം വാരിപ്പെറുക്കി അവിടുത്തെ മഹാകോടീശ്വരന്മാരെ ഒരുപാട് പോയി. അവിടെയുള്ള ആ ഒരു ഐശ്വര്യം എന്ന് പറയല്ലോ, ദുബായിയുടെ ഐശ്വര്യം അത് ചോർന്നു പോയി. ഇനി അത് കൂടിച്ചേരാനും പോകുന്നില്ല. കാരണം തൊട്ടപ്പുറത്ത് ഇസ്രായേലുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഇറാനുണ്ട്. അമേരിക്കയ്ക്ക് എണ്ണ വേണമെന്ന് കുറേ എണ്ണകൾ കൊടുത്തയക്കിട്ട് പറഞ്ഞാൽ കൊടുത്തയക്കാൻ ബാധ്യസ്ഥരാണ്. ശരിക്കും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിയാളന്മാരുടെ അവസ്ഥയായി മാറിയിപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ. ആയതുകൊണ്ട് ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? വഴിയിൽ കൂടെ വലിയ ആൾക്കാർ അവരുടെ തുടലും പിടിച്ച് നടക്കാനിറങ്ങും. വലിയ അൽസേഷൻ മാത്രമല്ല, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനത്തെ നായ്ക്കൾ, സിംഹം പോലുള്ള നായ്ക്കൾ. ആ നായ്ക്കളെ കാണുമ്പോൾ നമ്മളുടെ തെരുവ് പട്ടികൾ ഉടൻ തന്നെ അവരെ വാരി ചുരുട്ടി അകത്ത് വെച്ച് ചിലപ്പോൾ ഒരു ചെറിയ ശബ്ദം ഉണ്ടാവും. ആ ഒരവസ്ഥയാണ് ഇപ്പോൾ ദുബായിക്കുള്ളത്.
അങ്ങനെയുള്ള ദുബായിൽ വന്ന് സുരക്ഷിതമായിട്ട് താമസിക്കും. ഒരിക്കൽ ബോംബ് വീണതാണല്ലോ, ഡ്രോണും അതും ഇതൊക്കെയും വീണതാണല്ലോ. ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു 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 സുഖം അങ്ങോട്ട് പോയി. കാരണം ഒരിക്കൽ ചെറുതായിട്ടുള്ള തോതിലാണെങ്കിലും നമ്മൾ പറയാറില്ലേ, തൻ്റേതായ അല്ലാത്ത കാരണത്താൽ വിവാഹം കഴിച്ച് പോയ എൻ്റെ മകള് 30 വയസ്സ് ഒരു ദിവസം മാത്രം കൂടെ നിന്നവൾ ഇപ്പോഴും പരിശുദ്ധ. ഒരു ദിവസം മാത്രമേ കല്യാണം കഴിച്ച് കൂടെ നിന്നുള്ളൂ, ഇപ്പോഴും സംശുദ്ധയാണ്. കല്യാണം കഴിക്കാൻ വരുന്ന ആളെന്താ വിചാരിക്കുക? രണ്ടാം കെട്ടുകാരി. ഒറ്റ ദിവസം മതിയല്ലോ, അവിടെ കാര്യം കഴിഞ്ഞില്ലേ, പരിശുദ്ധിയും കാര്യങ്ങളൊക്കെ അവിടെ തീർന്നല്ലോ. ഒറ്റ ദിവസം മാത്രം ഒരുമിച്ച് താമസിച്ചു, ബന്ധങ്ങളുണ്ടായിട്ടില്ല, പരിശുദ്ധയാണ്, വിവാഹം ആലോചിച്ചു കൊള്ളുന്നു എന്ന് പറയുന്നത് പോലെ അവിടെ കയറി മേഞ്ഞല്ലോ. അവിടെ അമേരിക്കക്കാരുടെ സെറ്റപ്പ് അല്ലെങ്കിൽ അമേരിക്കക്കാരുടെ സങ്കേതങ്ങൾ അവിടെ ഉണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പോൾ തനതായിട്ടുള്ള രൂപത്തിൽ ശക്തിയില്ല. ആയതുകൊണ്ടാണ് അവിടെ കവലച്ചട്ടമ്പികളെ പൈസ കൊടുത്ത് നമ്മുടെ സംരക്ഷണത്തിന് നാട്ടിലെ ഗുണ്ടകളെ നമ്മൾ കൂട്ടത്തിൽ നിർത്തുന്ന പോലെ അമേരിക്കയെ കൂട്ടത്തിൽ നിർത്തിയത് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇപ്പം അവർക്ക് നിലയും വിലയില്ലാണ്ടായി. അപ്പം ഇനിയിപ്പോൾ ഇറാൻ അപ്പുറത്തുണ്ട്. പേടിച്ച് വിറച്ച് കഴിയുന്ന ഒരു രാജ്യത്തിലേക്ക് ഇനി ആരാ പോകാൻ പോകുന്നത്? പണ്ട് ദുബായിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് എന്തോ വല്ലാത്തൊരു ആവേശമായിരുന്നു. അബുദാബിയിൽ നിന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആവേശമായിരുന്നു. അവർ സൗദിയിലെ റിയാദ് പോലുള്ള സ്ഥലങ്ങളിൽ റിയാദിലെ ആകാശത്ത് ഫുട്ബോൾ കോർട്ട് പണിയാൻ പോണു. പുതുതായിട്ട് വരുന്ന 50 വർഷം കഴിയുമ്പോൾ ലോകം എങ്ങനെയാണോ അതുപോലത്തെ ഒരെണ്ണം പണിയാൻ പോണു. ബുർജ് ഖലീഫ പണിതു, അതിൻ്റെ അപ്പുറത്ത് വേറെ ബുർജ് ഖലീഫ, അതിനേക്കാൾ വലുത് പണിയാൻ പോണു. എല്ലാം പോച്ച്. റഷ്യയിലുള്ള അതിസമ്പന്നന്മാർ മുഴുവൻ അവർ ചാക്ക് കെട്ട് പൈസ കൊണ്ടിട്ടുള്ളത് ദുബായിലാണ്. എല്ലാം ഒരു വാരിപ്പറക്കിപ്പോയി. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? വാലങ്ങോട്ട് ചുരുട്ടുക. വീടിൻ്റെ മുമ്പിൽ വലിയ പട്ടികളെ യജമാനന്മാർ കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ തെരുവ് പട്ടികൾ വാല് ചുരുട്ടുന്ന പോലെ വാലങ്ങോട്ട് ചുരുട്ടുക. സുന്നികളെ ഷിയാക്കളുടെ മുമ്പിൽ വാല് ചുരുട്ടിക്കോളൂ. സുന്നികളെ ഷിയാക്കളുടെ മുമ്പിൽ വാല് ചുരുട്ടിക്കോളൂ. ഇനി നിങ്ങളുടെ ശത്രുക്കളെ കേരളത്തിലാണെങ്കിൽ പോലും ആ സമസ്ത, ഈ സമസ്ത, ആ മുജാഹിദ്, ഈ ജമാഅത്ത് ഇസ്ലാമി, അപ്പുറത്ത് പാണക്കാട് തമ്മിലടി നിർത്ത്. കാരണം നിങ്ങൾക്ക് ഒരു മുഖ്യ ശത്രു വന്നിരിക്കുകയാണ്. ആരാണ്? ഷിയാക്കൾ. ഇറാനല്ല, ഷിയാക്കൾ. അതാണ് സങ്കടം. ഷിയാക്കൾ തല മുന്തിച്ച് അടങ്ങണു, ഇവിടെയോ തല താത്തിയാണ് ആ ഗതിയാണ്. 3 മാസത്തിലേറെയായിട്ട് നീണ്ടുന്ന യുദ്ധം. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അവസാനം ഒരു സമാധാന കരാർ, അമേരിക്കൻ ഇറാൻ സമാധാന കരാർ പ്രഖ്യാപിച്ചു. അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈൻ എങ്ങനെയാ അറിയോ? നേരിട്ട് കണ്ടില്ല, പക്ഷേ അയാൾ സൈൻ ഇടുമ്പോൾ എങ്ങനെ അയാൾ ചെയ്യുമെന്നറിയാമോ? ഒരു കടലാസ് വെച്ചിട്ട് ആ കടലാസുമേ സൈൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു സൈൻ ഉണ്ടോ? എന്നോട് ശ്രദ്ധിച്ചോളൂ. സൈൻ ഇടുമ്പോഴും അയാൾ വട്ട് കേസാണ്. ഏതായാലും സൈൻ ഇട്ടോടെ അയാളുടെ ആൾക്കാർ സൈൻ ഇട്ടു. സമാധാന കരാർ താൽക്കാലികമായിട്ട് ഇപ്പോൾ തൽക്കാലം ടിഷും ഇല്ലാതായി മാറി. അന്തചാമി ഇന്ദചാമിയെ, അന്തശിവം ഇന്ദശിവത്തെ ടിഷും അത് തൽക്കാലം പോലീസുകാർ പറഞ്ഞു, ഇന്ദശിവം അങ്ങോട്ട് പോ, കാശിയിൽ പോ, ഇന്ദശിവം ഹരിദ്വാറിലേക്ക് പോ, ഇനി ടിഷുനോട് പറഞ്ഞു വരരുതെന്ന് പറഞ്ഞ പോലെ തൽക്കാലം നിശബ്ദമായിട്ടുണ്ട്. എന്നാൽ ആ യുദ്ധക്കളത്തിൽ അവശേഷിപ്പിച്ചിട്ട് ഉള്ള ചില വസ്തുതകളുണ്ട്. അതിപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ്. കുറേ കാലമായിട്ട് അവിടെ ഒരു പശ്ചിമേഷ്യയിൽ ഒരു ഭീതിതമായിട്ടുള്ള അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ യുദ്ധം, ഇറാഖ് യുദ്ധം, കുവൈറ്റ് ഇൻവേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ ദുബായിൽ ഇൻവേഷൻ, ഇതൊക്കെ നടക്കുക. കാലം കുറേയായി അവിടെ തുടങ്ങിയിട്ട്. UAE എന്ന് പറഞ്ഞ സുന്ദരിയെ, GCC എന്ന് പറഞ്ഞ സുന്ദരിയെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങിയ കാലമേറെയായി. ഏതായാലും അതൊരു ഭീതിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇനിയിപ്പോൾ അത് ലോകമഹായുധമാകുമോ എന്നുള്ള ആ ഒരു ഭീതിതമായിട്ടുള്ള പ്രതിസന്ധിക്ക് ചെറിയൊരു വിരാമം വന്നിരിക്കുകയാണ്. പക്ഷേ അവിടെയുള്ള പിടിവലി
ആ രണ്ടാപ്പാറായി. ആ പിടിവലിക്ക് അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം അവിടെയുള്ള സമതുലിതാവസ്ഥയ്ക്ക് എന്താണ് അവിടെ നിലനിന്നിരുന്നത്, അത് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒന്ന് സംഭവിച്ചു, ഇറാനിപ്പോൾ രാഷ്ട്രീയമായിട്ട് ഭയങ്കരന്മാരായി തീർന്നിരിക്കുകയാണ്. ഇതോടെ പതിറ്റാണ്ടുകളായിട്ട് തങ്ങളെ രക്ഷിച്ചു വന്ന അമേരിക്കയിലെ ഗൾഫ് താവളങ്ങൾ അത് അർത്ഥശൂന്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഗൾഫ് അറബ് രാജ്യങ്ങൾക്കും അവരുടെ ആഗോള ഊർജ പ്രവാഹത്തിനും ഒരുപോലെ ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള, അവരെ തോൽപ്പിക്കാൻ കഴിയാത്ത, ഇനി കുവൈറ്റ് മുതൽ സൗദി വരെ UAE അടക്കമുള്ള ആൾക്കാർ ഇറാൻ എന്നുള്ള വാക്ക് പോലും ഒരു മിനിറ്റിൽ അവർ ടി വിയിൽ നിങ്ങൾ നോക്കിക്കോ. ഇറാൻ ചെയ്തത് തെറ്റാണ്, ഇറാനിലെ ഷിയാക്കൾ ചെയ്തത് തെറ്റാണ് എന്നിട്ടിതേ വർത്താനങ്ങൾ. ഇപ്പോൾ കേരളത്തിലെ ടി വികൾ മോഡി എന്നൊരു വാക്കുമുണ്ടില്ല. നാളെ മോഡി തലകുത്തി നടന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചാനലുകൾ തലകുത്തി നടക്കും. എന്നിട്ട് പറയും മോഡിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. മോഹൻ ഭാഗവതനെ കാണാൻ പോയി, ആ സംഭവം അറിയാം, ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വയ്ക്കുമ്പോൾ ശരിയും തെറ്റും പറയാൻ ആൾക്കാരുണ്ടാവുമല്ലോ. ഒന്നും വേണ്ട, നമ്മൾ ആ വിഷയമേ വിട്ടു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ GCC കൺട്രികൾക്കുള്ളത്. ഇനി ഇറാൻ എന്നവർ വായ തുറന്ന് സംസാരിക്കുക പോലും ചെയ്യില്ല. ആ രീതിയിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ലോകത്തിൽ തന്നെ നമ്പർ 1 മറ്റേ മല്ലൻ എന്ന് പറയില്ല, പ്രഥമ മല്ലൻ ആരാണ്? അമേരിക്കയാണ്. ആ പ്രഥമ മല്ലന് നേരെയും ഭീഷണി ഉയർത്താൻ കഴിവുള്ള, അവരാൽ തോൽപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഭയങ്കരന്മാരായിട്ട് ഇറാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതേസമയം അത്യാവശ്യം ശക്തിയുള്ള ഒരു ശത്രുവിനെ നേരെ സൈനിക ശക്തി ഉപയോഗിച്ച് നേരിടാൻ അമേരിക്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് എന്നും തെളിഞ്ഞു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പൂർണ്ണമായിട്ട് കീഴടക്കുക നടക്കൂല. അവരുടെ ആണവ മിസൈൽ ശേഷികൾ തകർക്കുക നടന്നിട്ടില്ല. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ അത് വെച്ചിട്ടാണല്ലോ വന്നത്, അതൊന്നും നേടാൻ പറ്റിയിട്ടില്ല. അതിഭീമമായിട്ടുള്ള ചെലവുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുക അതേ മാർഗമുള്ളൂ, ഒളിച്ചോടുക അതേ മാർഗമുള്ളൂ, വാലങ്ങോട്ട് ചുരുട്ടുക. അതാണ് അമേരിക്ക ചെയ്തത്. അവർ ബുദ്ധിജീവികളാണ് വാസ്തവത്തിൽ. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? വലുതായിട്ടുള്ളൊരു ഒന്നിലോ ഇറാൻ ഇല്ലാതാകും, അല്ലെങ്കിൽ ഇറാൻ ആകാശത്തോളം ഉയരും. അതിനുള്ള സാധ്യത തുലം കുറവാണ് നമ്മൾ വിചാരിച്ചു. പക്ഷേ രണ്ടാമതുള്ള സംഭവിച്ചത്, ഇറാൻ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവരുടെ സാമ്പത്തികം മാത്രമല്ല, സൈനിക ശേഷി മാത്രമല്ല, അവരുടെ ആധ്യാത്മിക ശേഷി, യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾ ഒരാളുടെയും കാല് പിടിച്ചിട്ടില്ല. ജൂതന്മാരെ കാല് പിടിക്കാൻ പോയ ഈ നക്കിനാറി സുന്നി സമുദായമുണ്ട്. സുന്നി സമുദായം, നക്കിനാറികളായിട്ടുള്ള സുന്നി സമുദായത്തിൻ്റെ ആളുകൾ, ഈ GCC കൺട്രികൾ അമേരിക്കയുടെ കാല്, ക്രിസ്ത്യാനിയുടെ കാല് പിടിക്കാൻ പോയില്ല, ഇസ്രായേലിൻ്റെ കാല് പിടിക്കാൻ പോയില്ല. പക്ഷേ ഷിയാക്കളോ, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. സുന്നികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ വരെ പറഞ്ഞു അവിടെയുള്ള മുഴുവൻ വിദ്യാസമ്പന്നന്മാരാണ്. സൗന്ദര്യമില്ലാത്ത സുന്ദരപുരുഷന്മാരല്ലാത്ത ഒരാളെയും അവിടെ കാണില്ല. പിന്നെ നമ്മളെയും ബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, അവിടുത്തെ സ്ത്രീകൾ മിണ്ടാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും പറയും ഈദി അമീനെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് അമേരിക്കയുടെ തന്ത്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ PR വർക്ക് നടത്തുന്നത് ഈ അമേരിക്കക്കാരാണ്, അഥവാ ക്രിസ്ത്യാനികളാണ്. അവർക്ക് കിട്ടുന്ന റവന്യൂവിൻ്റെ 75% TV ഉണ്ടാക്കാനും TV ചാനൽ ഉണ്ടാക്കാനും യേശുക്രിസ്തുവാണ് വലിയവെന്ന് പറഞ്ഞു നടക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഒരുത്തി ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് വന്നിട്ട് അവളെ അമ്മാന്ന് വിളിപ്പിച്ചത് ഇന്ത്യക്കാരെ കൊണ്ട്. എന്നിട്ട് ഭാരതരത്നവും അവൾക്ക് കൊടുത്തു. ആ കഥയ്ക്ക് ഞാൻ കുറേ പറഞ്ഞതാണ്. ഏതായാലും ഇപ്പോൾ നല്ലൊരു പിന്മാറ്റം നടത്തിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിലിറങ്ങി, ഒന്നിലോ ഞങ്ങൾ അവസാനം, അല്ലെങ്കിൽ ഞങ്ങൾ അജയ്യരായിട്ട് മാറും. രണ്ടാമതുള്ളതാണ് സംഭവിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളെ നേരിട്ടിട്ടും ഇസ്ലാമിക് റിപ്പബ്ലിക്, ഇനി ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി, അതാരാണ്? ഇറാൻകാരാണ്. മുസ്ലിങ്ങൾ ആരാണ്? ഇറാൻകാരാണ്.
കാഫറുകളോ അതാണ് ഇപ്പോൾ ഈ കണ്ടില്ലേ അറേബ്യൻ കൺട്രീസ് ചത്തതിനൊക്കെ ജീവിച്ച് തല പൊന്തിച്ച് നടക്കാൻ പറ്റാത്ത സാഹചര്യം. ദുബായ് അബുദാബി എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റതിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെയുള്ള നടിവെടികൾ എല്ലാവരും 2 സിനിമയിൽ അഭിനയിച്ച പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ദുബായിലാണ് പൈസ ഉണ്ടാക്കുക, അതിനുവേണ്ടി അതിനെ മറ്റൊരു കേന്ദ്രമാക്കി മാറ്റുക, ചൂതാട്ടത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും കേന്ദ്രമാക്കി മാറ്റുക. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നല്ല, അവിടെയുള്ളവർക്ക് അറിയാം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് വലിയൊരു ഏരിയ, ഏകദേശം ഒരു 400-500 മീറ്റർ ഏരിയയിൽ മുഴുവൻ മറ്റേ സാധനങ്ങളാണ്. വഴിയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ഷർട്ടുമ്പോൾ പിടിച്ചു വലിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി. പോലീസുകാർ അവിടെ വരുമ്പോൾ ഈ കണ്ണിങ്ങനെ അടയ്ക്കും, ഈ ഭാഗം കാണണ്ട, ഈ ഭാഗം കണ്ടിട്ട് അതും അനുവദിച്ചിരിക്കുകയാണ് അവിടെ. പക്ഷേ ഷിയാക്കൾ ഇറാനിൽ ഇത്തരം കൊണാപ്പ് വിദ്യകളൊന്നും അവിടെ നടക്കില്ല. അവർക്ക് എൻ്റർടൈൻമെൻ്റ് അല്ല പ്രധാനം, ഇഹലോകമല്ല പ്രധാനം. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. ആയതുകൊണ്ട് തന്നെ ഇനി മുസ്ലിം എന്ന് പറഞ്ഞാൽ ഷിയാക്കളാണ്. അമുസ്ലിം അഥവാ കാഫറുകൾ എന്ന് പറഞ്ഞാൽ സുന്നികളാണ്. അങ്ങനെയായി തീർന്നു കാര്യങ്ങൾ. തല അങ്ങോട്ട് താഴ്ന്നു. തങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി, തങ്ങളുടെ രാഷ്ട്രീയ ഭരണകൂടം, അതിൻ്റെ ചർച്ചാമേശയിൽ ആർക്കായിരുന്നു മേൽക്കൈ? അമേരിക്ക പറഞ്ഞു അത് പറ്റില്ല, അത് പറ്റും, അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാന്നേ. അത് നിങ്ങളുടെ ആണവ നിങ്ങൾ ചർച്ച ചെയ്യണ്ട, അത് ഞങ്ങൾ ചർച്ച ചെയ്യും, നമുക്ക് യുദ്ധം തുടങ്ങാന്നേ. തുടങ്ങി വെച്ചതല്ലേ. ഇറാനായിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ചർച്ചാമേശയിൽ മുഴുവൻ മേൽക്കൈ ഇറാനായിരുന്നു. എനിക്ക് തോന്നുന്നത് അമേരിക്ക കീഴടങ്ങാൻ തയ്യാറായി, സാമ്പത്തിക വിഷയത്തിൽ അവർ താഴോട്ട് പോയി തളർന്നു എന്നുള്ള കാര്യം ഇവർക്ക് സൂചന കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇറാൻ ശരിക്കും ആണൊരുത്തൻ, ഒരു രാജ്യത്തെ ഞാൻ പറയണത് ആണ് ആൺകുട്ടികളുടെ രാജ്യം എന്ന് വേറെ അർത്ഥത്തിൽ പറയാം. അവർ ഉറച്ചു നിന്നത്, ഇരുമ്പിൻ്റെ ഉരുക്കിൻ്റെ തൂണ് പോലെ ഉറച്ചു നിന്നത്. യുദ്ധം ചെയ്യാടോ, സന്ധിക്കൊന്നും താല്പര്യമില്ല, എന്നാ വേണ്ട, ഞങ്ങൾ പോവുക. പിന്നെ സന്ധിയില്ല, കുന്തിയില്ല, ഒന്നുമില്ല, പോയി. ഫെബ്രുവരി 28 ഇറാന് നേരെ ഈ അമേരിക്ക ഇസ്രായേൽ സംയുക്തമായിട്ട് ആരംഭിച്ച യുദ്ധം. അതിനാദ്യം തന്നെ അവർ ചെയ്തത് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുക. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ലേ. എന്നിട്ട് വെനസ്വേലയിൽ സംഭവിച്ച പോലെ ഇറാനെ മുഴുവൻ അങ്ങോട്ട് പിടിക്കുക, എണ്ണ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകുക. എന്തൊരു മനോഹരമായ സ്വപ്നം. ഇപ്പം എന്തായി? എന്തൊരു മനോഹരമായ നടക്കാത്ത സ്വപ്നം ആയി മാറിയില്ലേ. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ അല്ല മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ വധിച്ചു. അതിൻ്റെ പേരാണ് എപ്പിക് ഫ്യൂറി. ആ സൈനിക നീക്കപ്പ് എന്തായി? വലിയ ദുരന്തമായിട്ട് മാറി. അവർ വധിച്ചത് 10-72 കിലോ തൂക്കം മാത്രമുള്ള ഒരു ശരീരത്തെയാണ്. അതോ ആയത്തുള്ള ഖമേനി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ശരീരത്തെയാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിവിട്ട ചോദ്യങ്ങൾ: ആരാണ്ടാ അമേരിക്ക? ഏതവനാടാ അമേരിക്ക? ആരാണ്ടാ പാറായി? ആ ചോദ്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. ജനം ചർച്ച ചെയ്യുന്നുണ്ട്, ആരാണ്ടാ പാറായി? അമേരിക്കയല്ലെന്ന് മനസ്സിലായില്ലേ? ഏതായാലും ദുരന്തമായി, അമേരിക്കയുടെ ദുരന്തമായി. സുന്നി രാജ്യങ്ങൾ മുഴുവൻ മൂ 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 അതെ അതന്നെ മൂഞ്ചിപ്പോയി. ഇവിടെ ധാരണാപത്രം അതോടുകൂടിയിട്ട് യുദ്ധം പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിറ്റ് തിന്നരുത്. എത്തിക്സ് ഉണ്ട്, വാല്യൂസ് ഉണ്ട്, എക്സിസ്റ്റൻസ് വേറെയുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിറ്റ് തിന്നുകയാണ് ഈ അറേബ്യൻ കൺട്രീസ് ചെയ്തത്. പക്ഷെ ഇറാൻ നോക്കിയത് നിലനിൽപ്പല്ല, അവർ നോക്കിയത് അവരുടെ ആധ്യാത്മികതയുടെ ശക്തി
മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തെ ഏറ്റവും വലിയ ആയുധം കക്ഷത്തൊരു ഗീത, അതാണ് വെച്ച് നടന്നിരുന്നത്. തൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള വേദിയായിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അദ്ദേഹം തിരഞ്ഞെടുത്തത്. അത് അദ്ദേഹം വിജയിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആത്മാവായി. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇറാനും സംഭവിച്ചത്. എക്സിസ്റ്റൻസ് മാത്രമല്ല നോക്കിയത്, എത്തിക്സും വാല്യൂസും മാറ്റിവെക്കാതെയുള്ള എക്സിസ്റ്റൻസാണ് അവർ നോക്കിയത്. അതിലവർ വിജയിച്ചു. തളർന്നു പോയത്, തോറ്റുപോയത് സുന്നികൾ. ജയിച്ചതും ലോകം കീഴടക്കിയ പോലെ നട്ടല് നിവർത്തി നിന്ന് കൈ ഉയർത്തി സ്വയമേവ മൃഗേന്ദ്രത, അവനവനായിട്ട് മൃഗേന്ദ്രനായിട്ട് മാറുക, സിംഹമായിട്ട് മാറുക. അതിന് ഷിയാക്കൾക്ക് സാധിച്ചു. വാലാട്ടി നിൽക്കരുത്. വല്ലവരുടെയും കയ്യിൽ തല വെച്ച് ഉറങ്ങരുത്. അവർ കൈ ചിലപ്പോൾ വലിച്ചു എന്ന് വരും. ഇപ്പം മനസ്സിലായ സാറേ? ചോദ്യം സുന്നികളോടാ. നമസ്കാരം.